പൊട്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ മണ്ടന്മാരാക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നില്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട കൃഷിക്കാരാണ് കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന വിവരവും ബോധവും ഇല്ലാത്ത ചില ആളുകൾ. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. കോൺഗ്രസിനകത്തെ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്ത്രം വരാനായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയാത്തതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ബലഹീനത എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവർക്ക് ആളുകളെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അങ്ങനെ ഇറക്കുമതി ചെയ്തിരിക്കുന്ന ഒരാളാണ് ഈ സുനിൽ കനകലു എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്ന 10 പൈസയ്ക്ക് വിവരമില്ലാത്ത ഇവന്മാര് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ നേതാക്കന്മാരെ പറ്റിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അവർക്കുണ്ടോ? നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കുറെ സ്ട്രാറ്റജിസ്റ്റുകൾ ഉണ്ട്. ഇവർ ശരിക്കും രാഷ്ട്രീയ നേതാക്കന്മാരെ പൊട്ടന്മാരാക്കാണോ? പൊട്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ മണ്ടന്മാരാക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നില്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട കൃഷിക്കാരാണ് കേരളത്തിലെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന വിവരവും ബോധവും ഇല്ലാത്ത ചില ആളുകൾ. പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം വളരെ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് സുനിൽ കനകലുവിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കാതെ പോയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്തെ പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്ത്രം വരാനായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയാത്തതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ബലഹീനത എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ല എന്നുള്ളതിന്റെ തെളിവാണിത്. പല പ്രാദേശിക നേതാക്കന്മാരും ജനങ്ങളുമായിട്ട് നേരത്തെയൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കാരണം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നാണ് കോൺഗ്രസ് അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം പ്രാദേശിക നേതാക്കന്മാരായിക്കൊള്ളട്ടെ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാവട്ടെ, എല്ലാവരും താഴെ തട്ടിലുള്ള ആളുകളുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. കാരണം സംസ്ഥാന നേതാക്കന്മാർക്ക് ജില്ലാ നേതാക്കളുമായിട്ട് ബന്ധമില്ല, ജില്ലാ നേതാക്കന്മാർക്ക് നിയോജക മണ്ഡല നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ല, നിയോജക മണ്ഡല നേതാക്കന്മാർക്ക് മണ്ഡല നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ല, മണ്ഡല നേതാക്കന്മാർക്ക് ബൂത്ത് തരത്തിലുള്ള നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഈ വോട്ടർമാരെന്ന് പറയുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുമായിട്ട് ബന്ധം കിട്ടാത്തത്, അല്ലെങ്കിൽ കണക്ടിവിറ്റി കിട്ടാത്തതാണ് സംസ്ഥാന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു കൃത്യമായ സമരങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടത്താൻ സാധിക്കാതെ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവർക്ക് ആളുകളെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അങ്ങനെ ഇറക്കുമതി ചെയ്തിരിക്കുന്ന ഒരാളാണ് ഈ സുനിൽ കനകലു എന്ന് പറയുന്നത്. സുനിൽ കനകലുവിനെ സംബന്ധിച്ച് സുനിൽ കനകലുവിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡ് സെറ്റിംഗ് മാത്രമാണ്. ഈ സുനിൽ കനകലുവിന്റെ ഡാറ്റാ ബേസ് ഒക്കെ എത്രത്തോളം വീക്കാണ് എന്നുള്ള കാര്യം ഇതിനു മുമ്പ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും കെട്ടി ചമച്ചെടുത്തിട്ടുള്ളതാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലൂടെ പോയിട്ട് ആളുകളെ കണ്ടിട്ടൊന്നും അല്ല ഈ ഡാറ്റ അവർ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും സുനിൽ കനകലു അല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. സുനിൽ കനകലുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ തന്നെയാണ്. അദ്ദേഹം ഒരു ഈവന്റ് മാനേജർ കൂടിയാണ്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് അയാൾ ഒരു ഈവൻ കോർഡിനേറ്ററാണ് എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ ഈ അബദ്ധത്തിൽ ചാടാൻ വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളിൽ എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു പേരാണ് പ്രശാന്ത് കിഷോർ. ഞാൻ പ്രശാന്ത് കിഷോറിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളും കേരളത്തിലെ പല നേതാക്കന്മാരെയും ചെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അതുകൂടാതെ മത്സരിക്കാൻ ഉറപ്പിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്, നിലവിലത്തെ MLA-മാരുണ്ട്. അതല്ല എങ്കിൽ എങ്ങനെയും ഒന്ന് കയറി ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പേരെങ്കിലും പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് നമ്മളിപ്പം ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുണ്ട്. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുണ്ട്. അതുകൂടാതെ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ഈ ചെറിയ പണിയൊക്കെ നമുക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള പല ആളുകളുമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ ഏറെ നടുങ്ങിപ്പോയൊരു സംഭവമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കേരളത്തിൽ തന്നെ ഉള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹം വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഈ പ്രശാന്ത് കിഷോറിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അതുകൂടാതെ അദ്ദേഹമാണ് നരേന്ദ്രമോദി ആക്കിയത്, രേവന്ത് റെഡ്ഡി ആക്കിയത്. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ആളാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ പ്രശാന്ത് കിഷോറിന്റെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഐബാക്ക് കമ്പനിയാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഐബാക്കിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഫുൾ ഫോം ഒരു ഐബാക്ക്. ഞാൻ പറഞ്ഞു അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു IBAK എന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു IBAKO, B ഫോർ ബാംഗ്ലൂർ ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു യെസ് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾക്ക് ഈ പ്രശാന്ത് കിഷോറിൻ്റെ കമ്പനിയുടെ പേര് പോലും അറിയാൻ പാടില്ല. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ പ്രശാന്ത് കിഷോറിന്റെ കമ്പനിയിൽ ജോലി ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IPAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്. IPAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് IBAC അല്ല. അതുപോലും അറിയാൻ പാടില്ലാതെ ആ കമ്പനിയിൽ ജോലി ചെയ്തു എന്നൊരു വ്യക്തി വന്ന് പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇവിടുത്തെ നേതാക്കന്മാരെ പറ്റിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അവർക്കുണ്ടോ? ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ 10 വിരലിന് മേളിൽ ഉള്ള അത്രയും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുമായിട്ട് നമുക്ക് എന്ന് പറയുന്ന ആളുകളുമായിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇടയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ നേതാക്കന്മാരൊന്നും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണോ? അത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പാക്കേജ് 2 ലക്ഷത്തിൻ്റെ പാക്കേജാണ്. ഞാൻ ചോദിച്ചു 2 ലക്ഷത്തിന് എന്ത് പാക്കേജ്? അതായത് ഞങ്ങൾ നേതാക്കന്മാരെ ഒക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് സർവേ നടത്തും, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ട്രാറ്റജിയും ഞങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ ചോദിച്ചു, ഈ 3 മാസം ആണ് സമയമുള്ളത്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലായിരിക്കും ഒരു പക്ഷേ ഇലക്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 4 മാസം നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഈ സർവേ നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ടിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു. ഷുവർ, ഞങ്ങൾ പല ആളുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ഇവരോട് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു സാമ്പിൾസ് എവിടെ നിന്നാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു മെത്തേഡ് എന്താണ്? നിങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സർവേ നടത്തുന്നത്? നിങ്ങളുടെ ക്വസ്റ്റിനെയർ എന്താണ്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സർവേ നടത്തും. ഞാൻ പറഞ്ഞു, സർവേ മാത്രമായിട്ട് നടത്താനായിട്ടാണെങ്കിൽ നിങ്ങൾ എത്ര പൈസയാണ് നിങ്ങളുടെ? അപ്പോൾ 50,000 മതി, 50,000 സർവേ. ഞാൻ ചോദിച്ചു, ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര ആളുകളെ നിങ്ങൾ നേരിട്ട് കാണും എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊരു 2,000 പേരെ കാണുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 2,000 പേരെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് ഈ 2,000 പേരെ നമ്മൾ കണ്ടുവന്ന് ഇരിക്കുക. 2,000 വേണ്ട, 500 പേരെ നമ്മൾ കണ്ടുവന്ന് ഇരിക്കുക. 500 വേണ്ട, 100 പേരെ കണ്ടുവന്ന് ഇരിക്കുക. ഈ 100 പേരോട് ഒരു 15 or 20 ക്വസ്റ്റ്യൻ എയർ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ എയർ ഒക്കെ ആയിട്ട് വേണം ഇങ്ങനെ ഈ ഫീൽഡ് സർവേക്ക് പോകാനായിട്ട്. ഈ ക്വസ്റ്റ്യൻ എയറിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡാറ്റയാക്കി എൻട്രി ചെയ്ത് ആ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 50,000 രൂപയും കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തർക്കിക്കുകയാണ് ഇരുന്നത്. അത് മതി, അതുകൊണ്ട് ചെയ്യും. അതിനുശേഷം പിന്നീട് നമുക്ക് നമ്മുടെ പണി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കൂടെ വന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവൻ വേണമെങ്കിൽ ഇവൻ്റെ ബോസിനെ അവിടെ ഇരുന്ന് വിൽക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിലൊരു പയ്യൻ്റെ, എനിക്ക് അവനെ മുഖലക്ഷണം കണ്ടപ്പോൾ തന്നെ അറിഞ്ഞു ഇവൻ്റെ മുതലാളിയെ വേണമെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണെന്നുള്ള രീതിയിൽ. അതിനുശേഷം ഞാൻ ഇവരുടെ 4 പേരുടെ നമ്പർ മേടിച്ചു. അതിനുശേഷം ഞാൻ ഈ നോട്ട് ചെയ്ത പയ്യനെ ഞാൻ വിളിച്ചതിന് ശേഷം ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സാമ്പിൾ സർവേ ഒക്കെ എങ്ങനെ എടുക്കുന്നത് എന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പണി കളയിപ്പിക്കല്ലേ. ഞാൻ ചോദിച്ചു, ഇല്ല നീ പറഞ്ഞോ എന്ന് പറയണം. അതായത് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലേക്കും ഇവർ എടുക്കുന്ന സാമ്പിൾസ് ഒരൊറ്റ സാമ്പിളായിരിക്കും. ഇവരൊരു ഊഹാപോഹം വെച്ചിട്ട് ഇരുന്നങ്ങോട്ട് എഴുതും. ഒരു ഊഹാപോഹം വെച്ചിട്ട് UDFന് 100 സീറ്റ്, LDFന് 40 സീറ്റ്, അല്ലെങ്കിൽ LDFന് 10 സീറ്റ്, 130 സീറ്റ് UDFന്, അല്ലെങ്കിൽ LDFന് 140 സീറ്റ്, അല്ലെങ്കിൽ 130 സീറ്റ്, UDFന് 10 സീറ്റ്, അല്ലെങ്കിൽ BJPക്ക് 60 സീറ്റ്, UDFന് 40, LDFന് 40. ഇങ്ങനെയൊക്കെയുള്ള സർവേകളാണ് ഇവരുണ്ടാക്കി വിടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ തിരഞ്ഞെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നഷ്ടം, പണനഷ്ടമുണ്ടാവും, പിന്നെ മാനനഷ്ടവും ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നതും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നതും രണ്ടും 2 തലത്തിൽ കാണേണ്ടതാണ്. ഇപ്പോൾ പ്രശാന്ത് കിഷോറിനെയൊക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ഏകദേശം 5,000-ഓളം വരുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. കാരണം ഒരു സ്ഥലത്തൊരു സ്ഥാനാർത്ഥിയെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവർ പണിയെടുക്കും. ആ പണിയെടുക്കുന്ന വെച്ചാൽ അതിന് സർവേക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ടീം ഉണ്ടാവും, ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഉണ്ടാവും, അതുകൂടാണ്ട് മാർക്കറ്റിങ്ങിന് ഒരു ടീം ഉണ്ടാവും, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെയാണ് കേരളത്തിലെ കുറെ മണ്ടൻ കൊണാപ്പന്മാർ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടൊക്കെയുള്ള ഫോട്ടോ, ഈ ഫോട്ടോയൊക്കെ കാണുമ്പോഴത്തേക്ക് നേതാക്കന്മാരെ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര സംഭവമാണെന്ന്. ഒരിക്കലുമല്ല. പൊളിറ്റിക്കൽ സർവേ, ഫീൽഡ് സർവേ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്.
അത് അറിയാവുന്ന ആളുകളെ കൊണ്ട് എടുപ്പിക്കാത്ത പക്ഷം, ചെയ്യിപ്പിക്കാത്ത പക്ഷം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ പണം പോകും എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത. ഇത് ഗ്രൗണ്ട് എർത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മുറിക്കകത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജോലിയുണ്ട്. മുറിക്കകത്തിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈ ഓരോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ പലരും സൂക്ഷിക്കുക. അത് കൂടാതെ തന്നെ ഈ പയ്യൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. സാർ, ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് തെറ്റായ ഡാറ്റ നൽകാറുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഷ്ട്രീയത്തിൽ ചതിയും വഞ്ചനയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എത്ര വലിയൊരു ക്രൂരമായ ഭാവമാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. പൈസ മേടിച്ച് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന രീതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എത്ര ഭയാനകരമാണ്. ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്ന 10 പൈസയ്ക്ക് വിവരമില്ലാത്ത ഇവന്മാർ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മര്യാദയൊക്കെ വേണ്ടത്. ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും വസ്തുതകൾ വേണ്ടേ? 50,000 രൂപയ്ക്ക് പൊളിറ്റിക്കൽ സർവേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഐ കാൺ ബിലീവ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഈ ഡാറ്റ സയൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഡിഗ്രി കോഴ്സ് തന്നെ ഇപ്പം പല പല യൂണിവേഴ്സിറ്റികളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഫ്യൂച്ചറിലേക്ക് ഒരുപാട് സ്കോപ്പുള്ള സംഭവമാണിത്. അപ്പോൾ ഇതിനെയൊക്കെ അതിൻ്റെ പ്രൊഫഷണൽ വേയിൽ നോക്കാതെ ഈ മണ്ടന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഒരു അനിവാര്യതയൊന്നും എല്ലാവർക്കും ഒരു കാരണവശാലും അനിവാര്യതയല്ല. അവിടെയുള്ള നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരോടും നിങ്ങളുടെ ബൂത്ത് പ്രസിഡന്റുമാരോടും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരോടും ഒക്കെ ആലോചിച്ച് വേണം ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട്. മറിച്ച് ഈ മണ്ടന്മാർ വന്ന് പറയുന്നത് കേട്ടിട്ട് ഈ 50,000 1 ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 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 പ്രത്യേക തരം ഇതാണ്. അതിനുശേഷം ഇവരൊക്കെ 1-2 ചാനലുകളുമുണ്ട്, 1-2 ദൃശ്യമാധ്യമങ്ങളുണ്ട്. അതിനകത്താണ് ഈ എന്താ പറയുക, മറ്റേ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ വാർഡുകളിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളുടെ പേര് പറയിപ്പിക്കുക. അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകെ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല അത്യാവശ്യം നല്ല പൊളിറ്റിക്കൽ പാർട്ടീസിൽ കോൺഗ്രസ് മാത്രമാണ് ഈ സുനിൽ കനകലുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും അല്ലെങ്കിൽ CPM നേതാക്കന്മാരും ഇരു മുന്നണികളിലെയും ഘടകകക്ഷി നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് വെരിഫിക്കേഷൻ എങ്കിലും നടത്തി ഇവൻ്റെയൊക്കെ എന്താണ് ഇവൻ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവരുമായിട്ടുള്ള ഒരു ബിസിനസ് ഡീലിൽ ഏർപ്പെടാത്ത പക്ഷം വലിയ ചതിവായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നല്ല ഏതെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളുടെ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് എന്ന് മാത്രമേ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളൂ.